അഖിൽ എൻ ആർ ഡിയുടെ വൈഫായിട്ടുള്ള മേഘയുടെയും തമ്മിലുള്ള ഇഷ്യൂസ്, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു വിഷയങ്ങളെ പറ്റിയും ഇതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ന്യൂസ് ആയിട്ട് മാറിയത് എന്നുള്ളതിന്റെ കാരണങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ദിവസങ്ങളിലൊക്കെയാണ്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഈ ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നുകൂടി ഞാൻ പറയാം. അതായത് അഖിൽ എൻ ആർ ഡിയുടെ വൈഫായിട്ടുള്ള മേഘ എന്ന് പറയുന്ന ഒരാള്, അപ്പോൾ ആ ആള് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എല്ലാം ഈ ഒരു ന്യൂസാണ് ഏറ്റവും ആദ്യം നമ്മുടെ ഫീഡിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്ന നമ്മൾ അതായിരിക്കും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ അഖിൽ എൻ ആർ ഡിയുടെ ബാക്കി കുറച്ച് പേരുടെയും കൂടെ കൂടിയിട്ട് ഒരു 3 പേര് മെയിനായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിരുന്നു. അപ്പൊ ഇത് കൊമേഴ്ഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു മൂവിയുടെ റിവ്യൂ എന്ന് പറയുന്നത് ഫ്ലോപ്പാണ്. ഓക്കെ, ആ ഒരു മൂവി ഫ്ലോപ്പ് ലിസ്റ്റിലേക്ക് വരുന്ന ഒരു മൂവിയായിട്ട് മാറിയിട്ടുണ്ട്. അതിനർത്ഥം അതിപ്പോ ഒരു പരാജയപ്പെട്ട ഒരു മൂവി എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ആ ഒരു മൂവി ഈ ഒരു കഴിഞ്ഞ മാസത്തേക്കാണ് അത് റിലീസ് ആവുന്നതും അതിന്റെ ഏറ്റവും വലിയൊരു വിഷയങ്ങൾ ഉണ്ടാവുന്നതും. ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ, ഈവൻ അഖിൽ എൻ ആർ ഡിയുടെ അഭിനയത്തെ പറ്റിയൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഉണ്ടായി. അപ്പൊ അദ്ദേഹം ആ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷ കൊടുത്ത് ചെയ്യുന്ന ഒരു വർക്ക് അത് ഫ്ലോപ്പ് ആയിട്ട് എത്രത്തോളം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചായിരിക്കും അദ്ദേഹം കടന്നു വന്നതെന്ന് ചിന്തിക്കുക. ആ ഒരു സമയത്താണ് ഈ പറയുന്ന വൈഫായിട്ടുള്ള മേഘ എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ വേറെ പോകുന്ന ഒരു വിഷയം വീണ്ടും ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പോ നമ്മള് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെന്ന് പറയും അല്ലേ? ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരാള് ചിന്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 1.7 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്ന് ഓർക്കണേ, 1.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽ എൻ ആർ ഡി എന്ന് പറയുന്നത്. അത്യാവശ്യം ആളുകളെയൊക്കെ ഇപ്പൊ പിള്ളേരുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫാൻസ് ഉണ്ട്, കൊച്ചുപിള്ളേരുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ എത്ര ഫാൻസ് ഇല്ലെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ആ ഒരു ബേസിൽ കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ അദ്ദേഹത്തെ അറിയില്ലേ, ബേസിക്കലി ഫാൻസ് അല്ലെങ്കിൽ പോലും ആ ഒരു പേര് കേട്ട ആ ഒരു മുഖം കണ്ടാൽ ആളുകൾ തിരിച്ചറിയുന്നില്ലേ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വൈഫായിട്ടുള്ള ഇങ്ങനത്തെ ഇഷ്യൂസ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, നമ്മളെ ബാധിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഉറപ്പായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഇത് ബാധിക്കും. പക്ഷെ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം, ഇത് ചിന്തിക്കണമായിരുന്നു. ഇത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാളിനെ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വേറൊരാളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇത് മാറും. ഇത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടും. ഇത് നമ്മൾ ഇന്നത്തെ ലോകത്തല്ലേ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാമല്ലോ. അതായത് ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇത്രയും വലിയ വാർത്തയാക്കപ്പെടും. നമ്മൾ നിസ്സാര സംഭവങ്ങൾ വരെ വലിയ 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 ഇഷ്യൂസ് ആയി മാറുന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു സമയത്താണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടാകും, ഉറപ്പായിട്ട് ഇത് ഫെയിം ആവും എന്നുള്ള കാര്യം അതായത് ചിന്തിക്കണമായിരുന്നു, ആ ഒരാൾ ചിന്തിക്കണമായിരുന്നു. അപ്പൊ അതൊന്നും ചിന്തിക്കാതെ മറ്റൊരാളിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ആ ഒരു ആളിനെ ബാധിക്കുന്ന രീതി, അഖിൽ എൻ ആർ ഡി എന്ന് പറഞ്ഞ വ്യക്തിയെ ബാധിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കത് പറയുന്നതിലും അപ്പുറമായിരിക്കും കേട്ടോ. കാര്യം ഒരു കരിയറിലും ഒരു ഫ്ലോപ്പ് ഉണ്ടായിരിക്കുന്ന സമയത്ത്, പേഴ്സണൽ ലൈഫിലും കൂടെ ഒരു ഫ്ലോപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും ഡബിൾ ആയിട്ടുള്ള ഒരു അടി കിട്ടുന്ന സമയത്ത് ഒരു അനുഭവിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വിഷയത്തിനെ പറ്റി നമുക്ക് പറയാനുള്ള ഈ ഒരു കാര്യമാണ്, അത് ആ ഒരാൾ ചിന്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇതൊരു മാന്യമായിട്ട് ഡീൽ ചെയ്യാവുന്ന കേസേ ഉള്ളായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ കുടുംബ കോടതികളുണ്ട്, നമ്മുടെ നാട്ടിൽ മാന്യമായി ഡിവോഴ്സിന് പോകാൻ വേണ്ടി പറ്റും, നമ്മുടെ നാട്ടിൽ മാന്യമായിട്ടൊരു വക്കീലിനൊക്കെ അങ്ങനെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ വഴികളുണ്ടല്ലേ. അപ്പൊ ആ ഒരു വഴികളിലേക്ക് ഒന്നും പോവാതെ ഇത്തരത്തിലുള്ള ഒരു ബേസ് സ്വീകരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മാത്രമല്ല ഇത് ഈ പോയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മേഘ എന്ന് പറഞ്ഞ ഒരാൾ പോയിട്ടുള്ളത് ഒരു ബസ് കണ്ടക്ടറോ അങ്ങനെ എന്തോ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും ആ ഒരു ജോലിയല്ല, ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരാൾ ഇത് ചിന്തിക്കണ്ടായിരുന്നോ? ഈ ഒരാൾക്ക് ഇത് ചിന്തിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അതായത് ഇത്രയും ഫെയിം ആയിട്ടിരിക്കുന്ന ഒരാളുടെ വൈഫാണത്. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് ഇതുപോലൊരു വാർത്തയാകുമെന്ന് ചിന്തിക്കാൻ രണ്ടുപേരും ഇതെങ്ങനെ ഒരുമിച്ച് ചിന്തിക്കാതിരിക്കുന്നേ? ഒരാളെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? അപ്പൊ അതാണ് ഞാൻ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് കേട്ടോ. അത് രണ്ടുപേരും ഒരാളിത് ഓർക്കണ്ടേത്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം നിലവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിനെ പറ്റി നമുക്ക് പറയാനുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമന്റിൽ പറ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.